നമസ്കാരം. പശ്ചിമേഷ്യയില് വീണ്ടും ഉരുണ്ടുകൂടുന്ന കാർമികങ്ങൾ, അതിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്നാണ് ആകാംക്ഷയോടെ, ഒരു ഭീതിയോടെ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. കരാറൊക്കെ ഉണ്ട്, കാര്യം ശരി, പക്ഷെ അത്ര സുഖകരമായ വിവരങ്ങളല്ല പുറത്തു വരുന്നത്. അല്പം മുമ്പ് ടൈംസ് ഓഫ് ഇസ്രായേലിൽ വന്നിട്ടുള്ള ഒരു വാർത്തയിൽ അതിനെ വിശദീകരിച്ചുകൊണ്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന മറ്റു ചില വാർത്തകളുമൊക്കെ അല്പം ഭീതി വിതയ്ക്കുന്നതാണ്. അമേരിക്കയുടെയും അവരുടെ സഖ്യകക്ഷികളുടെയും ഒക്കെ ഉപരോധങ്ങൾക്കും അവരുടെ കടുത്ത സമ്മർദ്ദങ്ങൾക്കും ഒക്കെ മുന്നിൽ ഇറാന്റെ മണ്ണ് ഒരിക്കലും മുട്ടുമടക്കില്ല എന്ന വളരെ വ്യക്തമായ സന്ദേശം അവർ വീണ്ടും വീണ്ടും ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ സ്വിറ്റ്സർലൻഡിലെ ബുർഗസ്റ്റോക്കിൽ നടക്കുന്ന ചതുർകക്ഷി ചർച്ചകളിൽ ഇറാൻ പങ്കെടുക്കുന്നത് അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ബലഹീനതയായി ആരും കാണരുതെന്നും, മറിച്ച് സമാധാനത്തിനുള്ള ആ രാജ്യത്തിന്റെ, ഇറാൻ എന്ന രാജ്യത്തിന്റെ നയതന്ത്ര വാതിലുകൾ എപ്പോഴും തുറന്നു കിടക്കുന്നു എന്നതിന്റെ തെളിവാണ് എന്നാണ് അവർ പറയുന്നത്. സ്വന്തം രാജ്യത്തിന്റെ ഇസ്രായേലിനോട് ചേർന്നുള്ള ഭാഗങ്ങൾ ഇസ്രായേൽ ബലമായി പിടിച്ചെടുക്കാൻ വേണ്ടി അതിക്രമങ്ങൾ നടത്തുമ്പോൾ ആ രാജ്യത്തെ ജനങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ട് ആ പ്രദേശങ്ങൾ സ്വന്തമാക്കി ഇസ്രായേലിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുമ്പോൾ സ്വന്തം രാജ്യം, ഈ പരമാധികാരി രാജ്യങ്ങൾ അവരുടെ രാജ്യപ്രദേശങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന അവരുടെ പോരാട്ടങ്ങളെ തീവ്രവാദ പ്രവർത്തനങ്ങളാക്കി പറഞ്ഞുകൊണ്ട് ആ രാജ്യത്ത് താമസിക്കുന്നവരെ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗങ്ങളായതുകൊണ്ട് മത തീവ്രവാദം എന്നൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് ലോകത്തിന്റെ മുന്നിൽ കാണിക്കുന്ന ഈ തെമ്മാടിത്തരത്തിന് കൂട്ടുനിൽക്കാൻ തങ്ങൾക്ക് കഴിയില്ല എന്ന് ഇറാൻ തുറന്നു പറയാം. അത് ഇസ്രായേൽ ഒരു ഭീകര രാജ്യമാണ്. അവർക്ക് അവരുടെ കാര്യം നോക്കി ജീവിക്കുകയല്ല, മറ്റു രാജ്യങ്ങൾ അവരുടെ പാട്ടിന് വിടുകയല്ല അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ അതിന് ഏറ്റവും വലിയ ഉദാഹരണമായി ഇറാൻ കാണിക്കുന്നത് ഗസയാണ്, പാലസ്തീനെയാണ്. ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 15 വർഷം മുമ്പുള്ള പലസ്തീൻ പ്രദേശം എത്രയാണ്, ഇപ്പൊ എത്രയാണ് എന്നതാണ് അതിന്റെ തെളിവ്. ഇനി ഹമാസ് ഭീകരവാദമാണെന്നുണ്ടെങ്കിലും ഹിസ്ബുള്ള ഭീകരവാദിയാണെങ്കിലും ഏത് ഭീകരവാദം ആയിക്കോട്ടെ, ആരുടെ ഭൂപ്രദേശമാണ് നഷ്ടപ്പെടുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ആരാണ് യഥാർത്ഥ ഭീകരവാദി എന്ന് അറിയാൻ പറ്റും. അതുകൊണ്ട് ഈ ചർച്ചയൊക്കെ ഇത് മറന്നിട്ടാണ്, അല്ലെങ്കിൽ അതൊക്കെ പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് കരുതരുത്. ഞങ്ങള് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ തയ്യാറാണ്, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതൊക്കെ ഈ പ്രയാസങ്ങൾ, ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തരുന്നതൊക്കെ ഒന്ന് അവസാനിപ്പിച്ചാൽ മതി. അതുകൊണ്ട് ആ നയതന്ത്ര വാതിലുകൾ എപ്പോഴും തുറന്നു കിടക്കുന്നു എന്നാണ് ഇറാൻ പറയുന്നത്. ഖത്തറും പാകിസ്ഥാനും പോലെയുള്ള സുഹൃത്ത് രാജ്യങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ട് സ്വന്തം പരമാധികാരവും താല്പര്യങ്ങളും ഒക്കെ പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ഇറാൻ ഏത് കരാറിനും തയ്യാറാകൂ എന്നവരുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവായിട്ടുള്ള ഇസ്മായിൽ ബഗ വ്യക്തമാക്കുന്നുണ്ട്. സമാധാനത്തിന് വേണ്ടിയിട്ട് 60 ദിവസത്തെ ഒരു വെടിനിർത്തൽ കരാറിന് ഇറാൻ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്, ശരി തന്നെയാണ്. പക്ഷേ സയനിസ്റ്റ് ശക്തികളുടെ ധിക്കാരത്തിന് മുന്നിൽ കീഴടങ്ങാൻ വേണ്ടിയിട്ട് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിനെ ഒരുക്കുമല്ല, അതിന് പ്രേരിപ്പിക്കുകയും വേണ്ട, ഈ വഴിക്ക് വരികയും വേണ്ട എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഈ കരാറുകൾ ഒപ്പുവെക്കപ്പെടുമ്പോഴും ചതിയനും ഭീകര ഭരണാധികാരിയുമായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ നടത്തുന്ന ചോരക്കളി ലോകം കാണുന്നുണ്ട് എന്നത് ഓർക്കണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ലെബനോനിലെ ഇറാന്റെ സഹോദരങ്ങളാണ് എന്നവർ കാണുന്ന ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രായേൽ ക്രൂരമായും ദാരുണവുമായിട്ടുള്ള അധിനിവേശ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നുണ്ട്. അവരുടെ മണ്ണിൽ അവരുടെ ജനങ്ങളെ സംരക്ഷിക്കാൻ അവർ പോരാടുന്ന പോരാട്ടങ്ങളെ, ആ രാജ്യങ്ങളെ ഒക്കെ, സഖ്യങ്ങളെ ഒക്കെ തീവ്രവാദികളെന്ന് ഇസ്രായേൽ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. ആ ഇസ്രായേലിന്റെയും കൂട്ടാളികളുടെയും ഇരട്ടത്താപ്പ് ഇവിടെ പൊളിഞ്ഞു വീഴുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു അന്താരാഷ്ട്ര സമൂഹം, ആ സമൂഹത്തെ തങ്ങൾ വിശ്വസിക്കേണ്ട ഒരു ആവശ്യം ഇല്ല എന്നും അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വന്തം രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രതിരോധത്തെ തീവ്രവാദമാക്കി ചിത്രീകരിക്കുന്ന ഒരു സാമ്രാജ്യത്വ നയം ആ ലോകത്തിന് മുന്നിൽ തുറന്ന് കാട്ടപ്പെടേണ്ടതുണ്ട്. സമാധാന ശ്രമങ്ങളെ പാടെ തകിടം മറിച്ചുകൊണ്ട് യുദ്ധക്കുതിയനായിട്ടുള്ള നെതന്യാഹു ഇസ്രായേലിന്റെ സമീപത്തുള്ള മറ്റ് രാജ്യങ്ങളെയൊക്കെ അസ്ഥിരപ്പെടുത്തുകയാണ്. ഇതിന്റെ ഏറ്റവും ക്രൂരമായിട്ടുള്ള ഉദാഹരണമായിട്ട് ഇറാൻ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഗസയാണ്. 10,000-കണക്കിന് നിരപരാധികളുടെ ചോരയൊഴുക്കി ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമങ്ങൾ, ഇതിനു മുമ്പ് മരിച്ചു വീണ മണ്ണടിഞ്ഞു പോയ ലക്ഷങ്ങൾ, അവരുടെ ഭൂപ്രദേശങ്ങൾ, സമ്പാദ്യങ്ങൾ ഒക്കെ ഇറാൻ ഊന്നി പറയുന്നുണ്ട്. ഗാസ പ്രദേശം മുഴുവൻ ഇസ്രായേലിൻ്റെതാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന അധിനിവേശത്തിന്റെ ഭയാനകമായ കാഴ്ചയ്ക്കാണ് ലോകം സാക്ഷ്യം വഹിച്ചു കൊണ്ടുവരിക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളെയും മനുഷ്യത്വത്തെയും ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഇസ്രായേലിന്റെ ഈ ഏകപക്ഷീയമായിട്ടുള്ള നയങ്ങൾക്കെതിരെ ഒരു വിട്ടുവീഴ്ചയും കാണിക്കേണ്ടതില്ല. വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിരോധം തന്നെയാണ് ഇറാൻ ഉയർത്തുന്നത്, ഇനിയും അത്തരത്തിൽ തന്നെ ഉയർത്തിക്കൊണ്ടിരിക്കും എന്നവർ ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സമാധാന ശ്രമങ്ങളെ ബഹുമാനിക്കുമ്പോൾ തന്നെ സ്വന്തം സഖ്യകക്ഷികൾക്ക് നേരെയുള്ള ക്രൂരമായ ആക്രമണങ്ങളെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ
ഇറാൻ തയ്യാറല്ല എന്ന് അവർ പച്ചയ്ക്ക് വിളിച്ചു പറയുന്നുണ്ട്. അവരിത് പ്രവർത്തിക്കുന്നുമുണ്ട്. ലെബനനിലെയും പലസ്തീനിലെയും സഹോദരങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയിട്ടുള്ള ക്രൂരതകൾക്ക് ഇറാൻ നൽകിയ ഏറ്റവും ശക്തമായ തല്ലായിരുന്നു ഹോർമൂസ് കടലിടുക്ക്. അത് അടച്ചുപൂട്ടിയ ആ സൈനിക നീക്കം ഇറാന്റെ മേൽ ഉപരോധങ്ങളും കടുത്ത ഭീഷണികളുമൊക്കെ ചെലുത്തി കീഴ്പ്പെടുത്താമെന്ന് കരുതിയിട്ടുള്ള സാമ്രാജ്യത്വ ശക്തികൾക്ക് ഒടുവില് ഇറാന്റെ വ്യവസ്ഥകൾ അംഗീകരിച്ചുകൊണ്ട് ഇറാനോട് ചർച്ചയ്ക്ക് ഇരുന്ന് ഇറാൻ പറഞ്ഞ വഴിയെ കരാർ എഴുതി ആ കരാറുകളിൽ അവർക്ക് ഒപ്പുവെക്കേണ്ടി വന്നിരിക്കുകയാണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റായ JD വാൻസ് ഉൾപ്പെടെയുള്ള ഉന്നത ലോക നേതാക്കൾക്ക് ചർച്ചയ്ക്കായി സ്വിറ്റ്സർലൻഡിൽ നേരിട്ട് എത്തേണ്ടി വന്നത് ഇറാന്റെ ശക്തമായ അന്താരാഷ്ട്ര നയതന്ത്ര നിലപാടിന്റെയും സൈനിക കരുത്തിന്റെയും ഒക്കെ വലിയ വിജയമായി തന്നെയാണ് അവർ കാണുന്നത്. ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡിയായ ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ട് ഹോർമൂസ് കടലിടുക്കില് ഇറാന്റെ അനുമതിയില്ലാതെ ഇനി ഒരു കപ്പൽ പോലും ചലിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് IRGC നേവി അവരുടെ പരമാധികാരം ലോകത്തിനു മുന്നിൽ തെളിയിച്ചിരിക്കുകയാണ്. ശത്രുക്കളുടെ ഏത് തരത്തിലുള്ള പ്രകോപനത്തിനും കനത്ത വിലയാണ് നൽകേണ്ടി വരിക എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ട ഇറാന്റെ ധീരമായിട്ടുള്ള സൈനിക നീക്കത്തിന് സാധിച്ചു എന്നും അവർ പറയുന്നുണ്ട്. ഇപ്പോ അമേരിക്കൻ സൈന്യം വാണിജ്യ കപ്പലുകൾ അവിടെ സർവീസ് നടത്തുന്നുണ്ട് എന്ന് വെറുതെ അവകാശപ്പെടുന്നെങ്കിലും റവല്യൂഷണറി ഗാർഡിന്റെ അടുത്ത ഉത്തരവ് വരുന്നതുവരെ ഹോർമൂസ് കടലിടുക്കില് ഇറാന്റെ കനത്ത നിരീക്ഷണവും കർശനമായിട്ടുള്ള നിയന്ത്രണവും തുടരുക തന്നെ ചെയ്യും. യുദ്ധക്കൊതിയോടെയും പ്രകോപനങ്ങളുമായി ഈ മണ്ണിലേക്ക് വരുന്നവർക്ക് ഇറാന്റെ മണ്ണും ഇറാന്റെ മനസ്സും ശക്തമായ മറുപടി നൽകും. ആ മറുപടി കനത്തതായിരിക്കും, ഒരു ഇഞ്ച് പോലും പിന്നോട്ടുണ്ടാകില്ല എന്നും ഇറാൻ പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകം മനസ്സിലാക്കേണ്ടത്, ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നത് ആരൊക്കെയാണ്, ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത് ആരോടൊക്കെയാണ് എന്നാണ്. ഇസ്രായേൽ വലിയ പുണ്യവാളനും മറ്റു രാജ്യങ്ങളൊക്കെ ഭീകരവാദികളും, ഇങ്ങനെയാണ് ലോകം പ്രചരിക്കുന്നതും ലോകത്ത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഒരു വിഭാഗമൊക്കെ വിശ്വസിക്കുന്നതും. സത്യത്തിൽ ഇസ്രായേലിനെ ആരും ആക്രമിക്കുന്നില്ല. ഇസ്രായേലിന്റെ രാജ്യത്തിന് ആരും ഒരു ബുദ്ധിമുട്ടുമല്ല, ഒരു പ്രയാസവുമല്ല, ഒരു ഭീഷണിയുമല്ല. ഇസ്രായേലാണ് മറ്റു രാജ്യങ്ങൾക്ക് ഭീഷണി. അത് ഇറാനെ ആയാലും ലെബനോനെ ആയാലും ഗസയായാലും പലസ്തീനായാലും വെസ്റ്റ് ബാങ്കിനായാലും ഏത് പ്രദേശമായാലും ഇസ്രായേൽ ആണ് കയറി അടിക്കുന്നതും സർവനാശം വരുത്തുന്നതും. മറ്റുള്ളവർ നടത്തുന്നത് ചെറുത്തുനിൽപ്പാണ്. അതിപ്പോ നമ്മളായാലും ചെയ്യും. നമ്മുടെ രാജ്യത്ത് ഇപ്പോ അതിർത്തി പ്രദേശങ്ങൾ, നമ്മൾ ഇന്ത്യ പാകിസ്ഥാനുമായിട്ടും ചൈനയുമായിട്ടും നേപ്പാളുമായിട്ടും അതുപോലെ ബംഗ്ലാദേശുമായിട്ടും ഒക്കെ നമ്മൾ അതിർത്തി പങ്കിടുന്നുണ്ട്. ഈ പ്രദേശത്തൊക്കെ ആ രാജ്യങ്ങൾ നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിൽ കടന്നു കയറി നമ്മുടെ രാജ്യത്തിന്റെ ഭാഗങ്ങൾ അവരുടേതാക്കി മാറ്റാൻ അവര് ശ്രമിച്ചുകൊണ്ടിരുന്നത് നമ്മൾ കൈയും കെട്ടി നോക്കിക്കോ. ഇവിടെ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ ഭീകര തെമ്മാടി രാജ്യത്തിന്റെ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കുന്നവർ ഇതിനെ ന്യായീകരിക്കണം. ഇതാണ് ഇതിന്റെ വസ്തുത എന്ന് പറയുന്നത്. അല്ലാതെ ഇസ്രായേലിന് ആരും ഒരു ഭീഷണിയൊന്നുമല്ല. അവർ പറയുന്നത് ഹമാസ് അവരെ ആക്രമിക്കുന്നു. ഹമാസ് ആക്രമിക്കുന്നത് എന്താണ്? എത്ര കൊല്ലങ്ങളായി ഹമാസ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്? എന്നിട്ട് ഹമാസിന്റെയും പലസ്തീന്റെയും ഗസയുടെയും പ്രദേശങ്ങൾ ഇസ്രായേലിന്റെ കയ്യിലായോ അതോ ഇത്തരത്തിലൊക്കെ ആക്രമിച്ചിട്ടും ഈ പലസ്തീൻ പ്രദേശം കൂടി വന്നോ? നോക്കിയാൽ മതി. അത് ലെബനോനുമായിട്ട് നോക്കിയാൽ മതി. അതുകൊണ്ട് പൂച്ചയ്ക്കാരും അണികെട്ടും എന്നതുപോലെ ആ പ്രദേശത്തിൽ അവരുടെ സഖ്യകക്ഷികളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് ഇറാന്റെ ഉത്തരവാദിത്തമാണെന്ന് അവർ കരുതുന്നു. അത്രേ ഉള്ളൂ. Different angles. Don't forget to subscribe and support this channel.